സർ നമസ്കാരം. തുർക്കിക്ക് നമ്മൾ ഓപ്പറേഷൻ നമസ്കാരം. സിന്ദൂറിന് ശേഷം ഒരു നല്ലൊന്നാന്തരം പണി കൊടുത്തിരുന്നു. അതായത് അവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. മാത്രമല്ല സഹായഹസ്തം നീട്ടലൊക്കെ ഇന്ത്യ അങ്ങ് കുറച്ചു. അപ്പോൾ ഈ ഒരു തീരുമാനം, അതായത് തുർക്കി നമ്മളെ ചതിച്ചു എന്നുള്ളൊരു തീരുമാനം അറിഞ്ഞതോടുകൂടി നമ്മുടെ ജനം ഒന്നടങ്കം അങ്ങ് തീരുമാനിച്ചു. അവിടെ നിന്നുള്ള ആപ്പിളും വേണ്ട, നിങ്ങളുടെ നാട്ടിലേക്കുള്ള വിനോദസഞ്ചാരങ്ങളും ഞങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല സൈപ്രസിൽ പോയി മോദി മറ്റു ചില നീക്കങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ എല്ലാ തരത്തിലുമുള്ള പണികളും അത് തുർക്കിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് വാർത്തകളൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ കൊടുത്ത പണി ഏറ്റിട്ടുണ്ടോ സർ? ഉറപ്പായിട്ടും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് നമ്മൾ പലവട്ടം ആ രാജ്യത്തെ സഹായിച്ചിട്ടുള്ളതാണ്. ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് സഹായിച്ചാലും മതമൗലികവാദത്തിന്റെ മാനസികാവസ്ഥയുള്ള ഒരു രാജ്യവും അത്തരത്തിലുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണാധികാരിയും ഒക്കെയാണ്. അപ്പൊ അതിനകത്ത് സഹായമൊന്നും അവർക്ക് വിഷയമല്ല. അവർ അവസാനം ഒരു കാര്യം വരുമ്പോൾ നോക്കുന്നത് ഇന്ത്യ സഹായിച്ചോ പാകിസ്ഥാൻ സഹായിച്ചില്ലയോ എന്നുള്ളതല്ല. പാകിസ്ഥാൻ മുസ്ലിം രാജ്യം, ഇന്ത്യ ഒരു മതേതര രാജ്യം, അതിനായിട്ട് പ്രധാനമായിട്ടും ഒരു ഹിന്ദു രാജ്യം എന്നറിയപ്പെടുന്നു. അപ്പം പാകിസ്ഥാനെ പാകിസ്ഥാനും ഇന്ത്യയും കൂടി ഒരു വിഷയം വന്നാൽ, അല്ലെങ്കിൽ ലോകത്ത് ഏത് രാജ്യങ്ങൾ തമ്മിൽ ഒരു വിഷയം വന്നാലും ആ വിഷയത്തിനകത്ത് ആരുടെ കൂടെ നിൽക്കണം എന്ന് നോക്കുമ്പോൾ അവരാകപ്പാടെ നോക്കുന്നത് ഒരുപക്ഷെ അത് മുസ്ലിം രാജ്യമാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാം. അത് മുസ്ലിം രാജ്യങ്ങളുടെ ഖലീഫയാകാൻ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരാളാണ് എർദോഗൻ. അപ്പം നമ്മളുടെ ഒരു നയതന്ത്ര എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരോടും നമ്മൾക്ക് അതിർത്തിയൊന്നുമില്ല. ലോകത്ത് ഈ പറയുന്ന രാജ്യങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയും, അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യങ്ങൾക്കുമായിട്ട് കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ അത്തരത്തിൽ നയതന്ത്ര ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. ഇത് പാകിസ്ഥാൻ ബോട്ട് പോലും നമുക്ക് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ഉണ്ടായിരുന്നു, ശത്രു രാജ്യമാണെങ്കിൽ പോലും. ഇപ്പൊ സിന്ധുവിന് ശേഷമാണ് നിർത്തിവെച്ചത്. അപ്പം അത്തരത്തിൽ ഇവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കുകയും മറ്റു കാര്യങ്ങളും ആ രീതിയിൽ ചെയ്തുകൊണ്ട് പോരുന്നിടത്ത് ഇപ്പം നമുക്ക് ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു പഹൽഗാമിന് ശേഷമുള്ള തിരിച്ചടി, അല്ലെങ്കിൽ പഹൽഗാം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു പ്രശ്നം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദം. അപ്പം പല രാജ്യത്തിനകത്ത് സംസാരിച്ചപ്പോൾ പല രാജ്യങ്ങളും പ്രത്യക്ഷത്തിൽ നമ്മുടെ ശത്രു അല്ലായിരുന്നു. പല രാജ്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പഹൽഗാമിന് ശേഷം നമ്മൾ പാകിസ്ഥാനിലേക്കുള്ള തിരിച്ചടിയെ പറ്റി സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആ കാണിച്ച നെറുകേടിന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഞങ്ങളല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ബോധ്യമുള്ളതും അല്ലെങ്കിൽ UN ഉൾപ്പെടെയുള്ളത് നിങ്ങളെ ഉപദ്രവിച്ചതിനകത്ത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് പറയുമ്പോൾ അന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ശത്രുക്കൾക്കകത്ത് ആദ്യത്തെ ശത്രു ഈ പറയുന്ന ചൈനയാണ്. നമ്മൾ ചൈനയെ ശത്രുവായിട്ട് പ്രതീക്ഷിക്കുന്നു, അല്ലെ ചൈനയെ സഹായിക്കും. മാത്രമല്ല അതിനകത്ത് ചൈന ഇന്ത്യക്ക് അനുകൂലമായിട്ട് വർത്തമാനം പറഞ്ഞില്ല. തുർക്കി ഒന്നും പറയാതെ അത് ശരിയല്ലെന്ന് പറയുകയും ആ ഒരു തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നെന്ന് കണ്ട് പലവട്ടം അവിടെ ആയുധങ്ങൾ ഇറക്കുകയും ചെയ്യും. അത് നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കുകയും പല കടക്കപ്പലുകൾ അവിടെ കൊണ്ടുവന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ഒരവസ്ഥ ഉണ്ടായപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ യുദ്ധത്തിനകത്ത് നമുക്ക് ഏറ്റവും ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ തുർക്കി എന്നുള്ള ഡ്രോണുകൾ അവരുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു. അത് നമ്മൾ ജീവനോട് പിടിച്ചു അല്ലാതെ പിടിച്ചു ഒക്കെ നമ്മൾക്കറിയാമല്ലോ. അപ്പൊ ഇതിന് ശേഷം നമ്മളുടെ ശത്രുക്കളെ നമുക്ക് കൃത്യമായി വ്യക്തമായി അറിഞ്ഞ ശേഷം നമ്മളുടെ നിലപാടുകൾ അവരോട് എങ്ങനെയായിരുന്നു. അപ്പൊ തുർക്കിയോടുള്ള നിലപാട് ഇന്ത്യക്കകത്ത് ഇന്ത്യ ഗവൺമെന്റ് അതിർത്തി രേഖപ്പെടുത്തിയപ്പോൾ തന്നെ ആദ്യമേ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു നിന്റെ ആപ്പിളും നിന്റെ മാർബിളും വേണ്ട, ഞങ്ങൾ ഇനി നിന്റെ അവിടോട്ട് ടൂറിസത്തിനും വരുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഇവിടുത്തെ ജനം തീരുമാനിക്കുന്നു, ഇവിടുത്തെ ടൂറിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ വലിയ എയർ ട്രാവൽസുകൾ തീരുമാനിക്കുന്നു. ഗവൺമെന്റ് തീരുമാനിച്ചു കൊടുത്തതല്ല. പിന്നെ ഗവൺമെന്റിനകത്ത് ചില കമ്പനികൾ അറിയാലോ, ചില തുർക്കി കമ്പനികൾ, വിമാനത്താവളത്തിനകത്തുള്ള ചില കമ്പനികളും ഒക്കെ അതും ഇവിടെ വേണ്ടാന്ന് തീരുമാനിച്ചു. അതിനുശേഷം അവര് ആ കമ്പനിയുടെ ഓപ്പറേഷൻ ഇവിടെ വേണ്ട. കാരണം ഈ തുർക്കിയെ പോലുള്ള രാജ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഈ ഇന്ത്യക്ക് ഒരു കുഴപ്പം വരുമ്പോൾ ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ നമ്മൾ എയറോട്രോമുകളുടെ ഓപ്പറേഷനും അവിടുത്തെ ജോലികളും ഏൽപ്പിച്ചാൽ ഏറ്റവും നയതന്ത്രപരമായിട്ടുള്ള സ്ഥലവും ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന ആദ്യം ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ എയറോട്രോം. അപ്പൊ അവിടെ വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അവരിപ്പോ കേസുമായിട്ട് നിൽക്കേണ്ട, കേസിന്റെ വിധി എനിക്ക് തോന്നുന്നു വന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തതയില്ല. അപ്പം ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വലിപ്പത്തിൽ ഇവിടെ തുർക്കി ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുർക്കിയിലേക്ക് ടൂറിസ്റ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ടൂറിസ്റ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സിന്ധൂരിന് മുമ്പും അല്ലെങ്കിൽ അതിനുശേഷവും ടൂറിസ്റ്റുകളുടെ അവിടത്തേക്കുള്ള പോക്കിന്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ കണക്ക് പുറത്തു വരുമ്പോൾ
വലിയ വലിപ്പത്തിൽ കോടാനുകോടി രൂപ വരുമാനം ഉണ്ടാക്കിയിരുന്നത് ഇന്ത്യയെ മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ കൊണ്ട് മാത്രം വരുമാനം ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ ടൂറിസ്റ്റ് ഈ പറയുന്ന നമ്മൾ ചാർട്ട് ചോദിക്കും ഈ ടൂറിസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികളുമായിട്ട്. അപ്പൊ അവര് ഏറ്റവും ആദ്യം ചാർട്ട് കൊടുത്തിരുന്ന രാജ്യങ്ങളിലൊന്ന് തുർക്കി പോയ എന്നെ പോലെ കാണാം, ചെലവ് കുറവുണ്ട്, അല്ലെങ്കിൽ ഇത്ര ദൂരമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ കൊണ്ട് ഇത്രയും വിശാലമായിട്ട് കാണാൻ പറ്റും. മറ്റ് ദൂരെയുള്ള യൂറോപ്യൻ കൺട്രീസിനെ പറ്റി അങ്ങനെ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നിടത്ത് നമ്മളത് നിർത്തി, നമുക്ക് ആ കോള് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പ്രയോജനം ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പം ഈ പറയുന്നത് പോലെ കണക്കുകളിൽ നിന്ന് പറഞ്ഞാൽ 2024 ഒരുപക്ഷെ ഈ മെയ് മാസത്തിൽ 40,000-ൽ പുറത്ത്, ഏതാണ്ട് 40,546 ഈ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നിടത്ത് ഈ കൊല്ലം അത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 30,000-നകത്തേ പോയിട്ടുള്ളൂ. ഏതാണ്ട് 10,000-ന്റെ കുറവ് വരുമ്പോൾ തന്നെ അതിനകത്ത് കോടിക്കണക്കിന്റെ വരും. അതുപോലെ ഈ പറയുന്ന ജൂണിൽ പരിശോധിക്കുമ്പോൾ 30,000 2024 ഉണ്ടായിരുന്നത് ഈ ഇതിന് ശേഷം 20,000 കുറയുന്നു. ജൂലൈ പരിശോധിക്കുമ്പോൾ 28,875 ഉണ്ടായിരുന്നത് ഒരുപക്ഷെ 15,000 കുറയുന്നു. അപ്പൊ ഈ രീതിയിലേക്കുള്ള വരുമാനം കുറച്ച് ഓരോ മാസവും പരിശോധിക്കുമ്പോൾ കുറഞ്ഞു വരുന്നു. ഏതാണ്ട് 40,000-ൽ നിന്ന് 15,000-ലേക്ക് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ആദ്യത്തെ മാസം, രണ്ടാമത്തെ മാസം, മൂന്നാമത്തെ മാസം വരുമ്പോൾ അപ്പം ആ രാജ്യത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചു പോകുന്ന ഒരവസ്ഥ. അതായത് ഈ പറയുന്നത് പോലെയുള്ള വരുമാനമില്ലാത്ത ഒരു രാജ്യം, ഈ പറയുന്നത് പോലെയുള്ള സ്വയം പര്യാപ്തമായിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു രാജ്യം, അല്ലെങ്കിൽ ഡ്രോണുകളുടെ കാര്യത്തിലും മറ്റ് ഇതുപോലെ ചില ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന്റെ കാര്യത്തിലും അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഇത് ഉണ്ടാക്കി വിറ്റു അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അതിന് വലിയ കെൽപ്പില്ലാത്ത രാജ്യം. അതിനകത്ത് ആകെപ്പാടെ അവർ പിടിച്ചു വരുന്നത് ഡ്രോണുകളുടെ കാര്യത്തിൽ. ഡ്രോണുകളുടെ കാര്യത്തിൽ അവരുടെ ഡ്രോൺ സംവിധാനത്തിന് ലോകത്ത് പല രാജ്യങ്ങളും, ചെറിയ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കും ഒക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. ഈ സിന്ധുവിന് ശേഷം ഈ ഡ്രോണുകൾ ഒന്നിനും കൊള്ളത്തില്ല, ഇന്ത്യയുമായിട്ട് അടിച്ചപ്പോൾ ഇന്ത്യ കാലുമടക്കി തിരിച്ചടിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമാണ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനം. പിന്നെ രണ്ടാമത് ഇയാൾ അവിടെ ആള് കളിച്ചുകൊണ്ടിരുന്ന ചില രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ചില കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഈ പറയുന്ന പോലെ അർമേനിയ അല്ലെങ്കിൽ സൈപ്രസ്, ഇവിടെ എല്ലാം നരേന്ദ്രമോദി പോയി വേണ്ട സംവിധാനം, അവന് വേണോ ഏത് വിമാനം വേണം, സുഹോയ് വേണോ അല്ലെങ്കിൽ മറ്റു വേണോ, മിസൈലുകൾ വേണോ, ബ്രഹ്മോസ് വേണോ, കരാറുണ്ടാക്കി. അതുപോലെ ഈ പറയുന്ന പോലെ ഗ്രീസുമായിട്ട് വേണ്ട രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി. അതായത് ഈവൻ ഇവിടെ നമ്മളുടെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനെ സഹായിച്ച് നമ്മളെ അടിക്കാൻ നിന്ന സമയത്ത് ഇവന്റെ വട്ടമുള്ള രാജ്യങ്ങളെ വേണ്ട രീതിയിൽ ആയുധീകരിച്ച്, അല്ലെങ്കിൽ അതുപോലെ ആ ശത്രുക്കൾക്ക് വേണ്ട രീതിയിലുള്ള പ്രയോജനമെല്ലാം കൊടുത്ത് ഇനിയിപ്പൊ ഈ ഡ്രോണും കൊണ്ട് ചെന്നാൽ ആ ഡ്രോണിനെ ഏഴയിലൊക്കത്ത് അടിക്കാൻ അല്ലെങ്കിൽ രാജ്യത്ത് കടത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ അതുപോലെയുള്ള മിസൈൽ സംവിധാനവും ഒക്കെ കൊടുത്ത് നിർത്തുന്ന ഒരവസ്ഥ, അതിന്റെ കൂടെ സാമ്പത്തികമായിട്ട് തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ട്. അതുപോലെ നമ്മൾ വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് കുർദിഷ് ഈ പോരാളികൾ എന്ന് പറഞ്ഞ ഒരു പോരാളികൾ, തുർക്കിക്കകത്ത് ഒരു രാജ്യം വേണം അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബലൂചിസ്ഥാൻ പോലെയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കുർദിഷുകളെ ഇവന്മാര് വളരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് അവരുടെ ഒരു ശക്തി ക്ഷയിപ്പിച്ചിട്ട് അവരെ കൊന്നൊടുക്കുന്നവർ. ഇത് UN കൊണ്ട് ഇന്ത്യ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ വിഷയം UN കൊണ്ട് വെക്കുന്നതിന് വേറെ രാജ്യങ്ങൾ ഒന്നും തയ്യാറായിട്ടില്ല. മനുഷ്യാവകാശം എന്ന പറഞ്ഞ് പേരിൽ ഈ സാധനം UN ചർച്ച ചെയ്യുന്നതിനും കുർദിഷുകൾക്ക് വേണ്ട പ്രമോഷൻ കൊടുക്കുന്നതിനും സിന്ധുവിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രമോഷൻ കൊടുക്കുക, അത് രാജ്യത്തിനകത്ത് നമ്മൾ ആഭ്യന്തര വിഷയം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് നിരായുധീകരിച്ചു കൊണ്ടിരുന്ന കുർദിഷുകൾ, അല്ലെങ്കിൽ ഒരു നിവൃത്തിയുമില്ലാതെ അവരുടെ പട്ടാളം കൊന്നു ഒടുക്കിക്കൊണ്ടിരുന്ന കുർദിഷുകൾ ഇപ്പോൾ ആയുധമെടുക്കുന്നു അല്ലെങ്കിൽ സമരം ചെയ്യുന്നു. അവർക്ക് വേണ്ടി തുർക്കിക്കകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ സംസാരിക്കാൻ UN ആളുണ്ടാകുന്ന ഒരു അവസ്ഥ. അതായത് തുർക്കിക്കകത്ത് ആഭ്യന്തര പ്രശ്നം എല്ലാ രീതിയിലും അറിയാലോ. നമ്മുടെ രാജ്യത്തിനോട് കളിച്ചിട്ടുള്ള പല രാജ്യങ്ങളുടെ അവസ്ഥ പിന്നീട് ഇതായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആരാ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പാകിസ്ഥാനകത്തുണ്ടല്ലോ, പാകിസ്ഥാൻ 16 നിൽക്കുക. അവിടം വേണം ഞങ്ങൾക്ക് വേണം, ഇവിടം വേണം ഞങ്ങൾക്ക് വേണം. ഒരു രീതി ബലൂചിസ്ഥാൻ, ഖൈബർ പത്തുങ്ക വേറെ, അല്ലെങ്കിൽ അവിടെ POKയിൽ വേറൊരു സംഘർഷം, ഈ സിന്ധൂർ മേഖലയിൽ വേറെ സംഘർഷം, എല്ലാം കൂടെ അതിനകത്ത് ആഭ്യന്തര പ്രശ്നം ഒഴിച്ചിട്ട് രാജ്യത്തിനകത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. 2014 ശേഷമാണ് അതിനകത്ത് നിന്ന് ഈ ആഭ്യന്തര പോരാളികൾക്ക് ഇത്രയും ശക്തി വരുന്നത്, അവന്റെ AK-47 വരുന്നത്, അവന്റെ ആയുധം വരുന്നത്, അവന് പോരാടാൻ ഈ പട്ടാളക്കാരെക്കാട്ടി ബലം വരുന്നത്. അപ്പൊ ആരാണെന്ന് ചോദിച്ചാൽ എപ്പോഴും മുനീറിന്റെ അടുത്ത് ചോദിക്കും, മുനീർ പറയും അത് ഇന്ത്യ എന്നുള്ള സഹായമാണ്. മുനീറിന്റെ തെളിവ് ചോദിക്കും, അതിൽ ശങ്കരാടിയുടെ കൈ കാണിക്കുന്ന പോലെ ഉള്ളൂ, ഇതാ തെളിവെന്ന് പറയും. മനസ്സിലല്ല, തെളിവ് കാണിക്കാനൊന്നുമില്ല. ഇതേ അവസ്ഥ തുർക്കിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ആഭ്യന്തര വിഷയം പ്രശ്നം, പിന്നെ സാമ്പത്തികം ഇല്ലെങ്കിലുള്ള കാര്യം എന്ന് പറയും. ഇല്ല, പണ്ടൊരു നമ്മുടെ പഴയ ആൾക്കാർ പറയും,
ഒരു വലിയൊരു മല്ലന്റെ അടുത്ത് ചോദിച്ചു, എന്താ നിങ്ങൾ വലിയ മല്ലനാണ്, വാദേവനാണ്, അല്ലെങ്കിൽ വലിയ ചട്ടമ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഫയൽമാനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അടിക്കാൻ? എന്റെ പൊന്നു കൊച്ചാട്ടാ, അവന്മാര് നിലത്ത് നിർത്തിയില്ല, നിലത്ത് നിർത്തിയാലല്ലേ ചുവടെടുക്കാൻ ഒക്കൂ എന്ന് പറഞ്ഞ പോലെ തുർക്കിയുടെ അവസ്ഥ ഇപ്പൊ അതാ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസയും ഇല്ല, സ്വസ്ഥമായിട്ട് ചെയ്യാന് ഇതിനകത്ത വിഷയം നമ്മുടെ രാജ്യത്തിനകത്ത വിഷയം തീർത്തിട്ട് സമയമില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് നേരത്തെ പല രാജ്യങ്ങൾക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളുമായിട്ട് ചാരി നിൽക്കുന്ന രാജ്യത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പല ചെറിയ രാജ്യങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾ നിങ്ങളുടെ കൂടാണെന്ന് പറയുന്നത് നേപ്പാളിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലർക്കും സംഭവിച്ചു. ഇതേ അവസ്ഥയിലേക്ക് തുർക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി തുർക്കി കീഴ്പ്പെടുത്തിയിരുന്ന രാജാവായിരുന്നു, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ രാജാവ്, നിങ്ങളെല്ലാം അംഗീകരിച്ചോണോ എന്ന് പറഞ്ഞിട്ട് ചെറിയ കൊത്തിരിച്ച് രാജ്യങ്ങളൊക്കെ അവരെല്ലാം ഇപ്പം വടിയും കുടയും അല്ലെങ്കിൽ ഒക്കെ എടുത്തോണ്ട് ഇവന്റെ അടുത്തേക്ക് വാടാ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് ആ വെല്ലുവിളിക്ക് കാരണമായിരിക്കുന്നതും എടുത്തു വെച്ച് കാണിക്കുന്നതും ഒക്കെ നമ്മുടെ മിസൈലും നമ്മുടെ അഗ്നിയും ഫൈവും അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മോസും ഒക്കെയാണ്. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. ഏതായാലും തുർക്കിയെ വളഞ്ഞു വെച്ച് അടിച്ചിരിക്കുന്നു ഇന്ത്യ. തുർക്കി പെട്ടിരിക്കുന്നു എന്ന് വേണം